ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തേത് നമ്മുടെ മലയാളികളുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള പരിപ്പ് വടയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം, വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാ പരിപ്പ് വട ഉണ്ടാക്കാൻ 1 കപ്പോളം പരിപ്പ് എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് നമ്മൾ പായസത്തിലൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു പരിപ്പാണ്. അപ്പോൾ അത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഒന്ന് കുതിർത്ത് വെക്കാം. 2 ദിവസം മുമ്പ് ഞാൻ ഒരു ഷോപ്പിൽ നിന്ന് ഒരു പരിപ്പ് വട വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒട്ടും ടേസ്റ്റില്ലായിരുന്നു. ഷോപ്പിൻ്റെ പേരൊന്നും ഇവിടെ പറയുന്നില്ല. അപ്പോൾ അത് കഴിച്ചപ്പോൾ എനിക്കത് തോന്നിയത് അവർ കുതിർത്ത് വെക്കാതെയാണോ ഈ ഒരു പരിപ്പ് വട ഉണ്ടാക്കിയതെന്ന്. അത്രയ്ക്കും ഹാർഡായിരുന്നു അത് കഴിക്കുന്ന സമയത്ത്. അതുകൊണ്ട് നമ്മൾ ഇത് കുതിർത്ത് വെച്ച് ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഒരു 3 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം കേട്ടോ. ആ ഇത് കഴിച്ചപ്പോൾ തുടങ്ങിയതാണ് എനിക്കൊരു പരിപ്പ് വട വേണമെന്ന്. അപ്പോൾ പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാക്കിയത്. അപ്പോൾ ഇത് തൊടുന്ന സമയത്ത് ഇതിങ്ങനെ പൊട്ടി വരുന്ന അത്രയും ആയിട്ട് കിട്ടണം കേട്ടോ നമുക്കിത്. ഇനി നമുക്കിതായി ഇതുപോലെ അരിപ്പയിൽ ഇട്ടിട്ട് നമുക്കൊരു 10-15 മിനിറ്റെങ്കിലും മാറ്റി വെക്കണം. നമുക്കിത് വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഫുള്ളായിട്ട് വെള്ളം പോകണം. അപ്പോഴാണ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതൊന്നും പൊട്ടിപ്പോവാതെ കറക്റ്റ് കിട്ടുന്നത്. ഇനി ഞാനിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. നല്ലോണം അരയണ്ട, ചെറുതായിട്ടൊന്ന് പൊടിയുന്ന പോലെ ആയിട്ട് കിട്ടിയാൽ മതി. അപ്പോൾ ഞാനിത് 3 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത്. പിന്നെ ഞാൻ ഇതിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂണ് പരിപ്പ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മാറ്റി വെക്കണം. എന്നിട്ട് ബാക്കിയുള്ളതാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. അപ്പോൾ നല്ലോണം ഫൈൻ ആക്കേണ്ട, ചെറിയൊരു തരിതരിയോട് കൂടിയിട്ടാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ അരക്കുന്ന സമയത്ത് ഓവറായി അരഞ്ഞു പോയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അടുത്ത പ്രാവശ്യം അരക്കുമ്പോൾ നമ്മൾക്കൊന്നും കൂടെ കുറച്ച് അരച്ചാൽ മതി. 1 പ്രാവശ്യം 2 പ്രാവശ്യം തിരിക്കുന്നത് 1 പ്രാവശ്യം തിരിച്ചാൽ മതി. സ്വാഭാവികമായിട്ടും നമ്മൾ അരക്കുന്ന സമയത്ത് അത് ചിലപ്പോൾ കൂടുതലാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ തരി നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ചെറിയ തരി ഉണ്ടായാൽ മതി. പിന്നെ അതിൻ്റെ വലിയ പീസ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്കിതാ കുറച്ച് സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സവാളയും ഇഞ്ചിയും ചെറുതായി കട്ട് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തത് 3 ടേബിൾ സ്പൂൺ സവാളയും പിന്നെ 1 കഷ്ണം ഇഞ്ചി 1 ടീസ്പൂൺ ഉണ്ടാവും. പിന്നെ കറിവേപ്പിലയും പച്ചമുളക് 2 എണ്ണം. അപ്പോൾ അത് നല്ല ചെറുതാക്കി കട്ട് ചെയ്യണം. പിന്നെ നമ്മൾ എടുത്ത് വെച്ച പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്തത്. ചില്ലി ഫ്ലേക്സ് അല്ലെങ്കിൽ വറ്റൽമുളക് അങ്ങനെ ഇട്ടാലും മതി. അപ്പോൾ ഇതെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് കൈവച്ച് കുഴച്ചെടുക്കാം. ഇതിലുള്ളത് ഉപ്പ് പാകത്തിന് വേണം. ഉപ്പ് കൂടിയാലും കുറഞ്ഞാലും ടേസ്റ്റിന് വ്യത്യാസം വരും കേട്ടോ. നല്ല വ്യത്യാസം വരും. ആ ഒരു രുചിക്ക് തന്നെ വ്യത്യാസം മനസ്സിലാവും. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഒരു 2 പിഞ്ച് കായപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ. ഇതിൽ തന്നെ വെള്ളം ഉണ്ടാവും. അത് നന്നായി കുഴച്ചെടുത്തതിന് ശേഷം ഒരു ഉരുളയെടുത്ത് കൈവെള്ളയിലിട്ട് ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ മതി. അപ്പോൾ ആ ഒരു റൗണ്ട് ഷേപ്പ് ആ ഒരു ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് നന്നായി കുഴച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ആക്കിയെടുക്കാം. 1 കപ്പ് പരിപ്പിൽ നിന്ന് എനിക്ക് 11 പീസാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ഇതുപോലെ എല്ലാം റൗണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എണ്ണ ചൂടാക്കാൻ വെക്കണം. എണ്ണ നല്ലോണം ചൂടാക്കാനും പാടില്ല, ചൂട് കുറയാനും പാടില്ല. നമ്മൾ ആദ്യം ഒന്ന് സാമ്പിളായിട്ട് ചെറിയൊരു പീസ് ഇട്ട് നോക്കണം. അപ്പോൾ അത് പിന്നെ ബബിളായിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് നമ്മൾ ഇത് റെഡി ആയിട്ടുണ്ട് എന്നർത്ഥം. അപ്പോൾ എണ്ണയുടെ ചൂട് എന്ന് വെച്ചാൽ ഒരേ ലെവലിലിരിക്കണം. കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ആ ഒരു സമയത്താണ് നമ്മൾ ഇത് ഇട്ട് കൊടുക്കേണ്ടത്. ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ഒന്ന് സാമ്പിൾ ഇട്ട് അതിൻ്റെ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ശേഷം മറ്റേത് ഇടുന്നതായിരിക്കും നല്ലത്. കാരണം ഉപ്പ് കുറഞ്ഞാൽ നമ്മളെ പരിപ്പ് വടയൊക്കെ ടേസ്റ്റ് വളരെ കുറവായിരിക്കും. മറ്റേതൊക്കെ ആണെങ്കിൽ നമ്മൾ കറിയൊക്കെ കൂട്ടി അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് അങ്ങനെ പറ്റില്ലല്ലോ. നമ്മൾക്ക് ആ ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടെങ്കിലാണ് നമ്മളെ പരിപ്പ് വട ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അതേപോലെ കുറഞ്ഞെങ്കിലും നല്ല വ്യത്യാസം വരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഉപ്പ് കറക്റ്റ് ഉണ്ടോ എന്നുള്ളത് ആദ്യം നമ്മളൊരു സാമ്പിൾ ഇട്ട് നോക്കാം. അപ്പോൾ ഇനി ഇത് നല്ലൊരു ലൈറ്റ് ഗോൾഡൻ കളറാകുന്ന വരെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇട്ട ഉടനെ നമ്മൾ ഇളക്കിയെടുക്കണ്ട. ഇത് ചെറിയ പാത്രമായതുകൊണ്ട് ഞാനിതിൽ 2 വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ പരന്ന വലിയ പാത്രമായെങ്കിൽ നമുക്ക് കൂടുതലിടാം. അപ്പോൾ ഒരു ഭാഗം ഒന്ന് ക്രിസ്പി ആയിട്ട് തിരിച്ചിടുന്ന സമയത്താണ് രണ്ടാമത്തെ ഇട്ട് കൊടുക്കുന്നത്. 2 ഒരേ സമയത്ത് ഇതുപോലത്തെ ഇതിലിട്ടാൽ അത് ഒട്ടിപ്പിടിച്ച് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ തെറ്റുകൂടാതെ കറക്റ്റ് ഉണ്ടാക്കുമ്പോഴല്ലേ നമുക്ക് പിന്നെ ഉണ്ടാക്കാൻ തോന്നുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഓരോ റെസിപ്പി ആണെങ്കിലും നല്ല രീതിയിൽ മനസ്സിലാവണം. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. അപ്പോൾ ഇനി നല്ല ചൂട് ചായയും കൂടി ഇതിൻ്റെ കൂടെ ആയാലോ.
ഇതുപോലത്തെ റെസിപ്പിക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലത്തെ പല വെറൈറ്റി ആയിട്ടുള്ള സ്നാക്കുകൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കണേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.